അങ്ങനെയെങ്കിൽ നാം എത്രമാത്രം കർത്താവിനെ ആരാധിക്കണം. ഇന്ന് രാവിലെ നാം കടന്നു വന്ന സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് മറവിൽ നമ്മെ ആക്കിയല്ലോ. നമുക്കിവിടെ കടന്നു വരുവാൻ ദൈവം നമുക്ക് ആരോഗ്യവും ബലവും തന്നല്ലോ. എന്തെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഈ പട്ടണത്തിൽ തന്നെ നടന്നു കാണും. ആമേൻ. ഒരു പക്ഷെ നമ്മൾ മരണപ്പെടേണ്ട അവസരങ്ങൾ ഉണ്ടായി കാണും. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ച് രാവിലെ കൊണ്ടുവന്നത് നാം ദൈവത്തെ വീണ്ടും ആരാധിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ചുള്ള വെളിയും തെരഞ്ഞെടുപ്പും മനസ്സിലായിക്കൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ തലകളെ വണക്കാമല്ലോ. ഇന്നും നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി, ഇന്നും നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ കർത്താവേ, അങ്ങേക്ക് സകലവും സാധ്യമാകുമെന്നും അങ്ങയാൽ കഴിയാത്തതൊന്നുമില്ല എന്നും ഈ രാവിലെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ കൃപയ്ക്ക് ആവശ്യമാണ്. കർത്താവെ, ദൈവം ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ. ദൈവത്തിന് നന്ദിയപ്പ. നന്ദിയല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയുവാനില്ല കർത്താവെ. ഞങ്ങൾ ശ്വസിക്കുന്ന പ്രാണവായു പോലും ദൈവത്തിന്റെ ദാനമാണ്. കർത്താവെ, ഇന്ന് രാവിലെ നടക്കുന്ന ആരാധന, ശുശ്രൂഷകൾ, ആമേൻ, പാട്ടുകൾ, കർത്താവെ, വചനഘോഷണം എല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ കർത്താവെ നീ കൃപ ചെയ്യുവാനാകും. നല്ല ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവിന്റെ ദാസനെ അത് പഠിപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയല്ലോ. അതിൽ ഞങ്ങൾ വായിച്ചതുപോലെ കൂടാരമായ നമ്മളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി എന്നാത്തൊരു നിത്യഭവനം നമുക്കുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. നാം ഇവിടുന്ന് മരണപ്പെട്ടു പോയാലും നമുക്കൊരു ഭവനം കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. അതിനെ നമുക്ക് ഒരുങ്ങാം, അനേകരെ ഒരുക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഇന്ന് ഈ ആരാധനയിൽ കടന്നു വന്ന എല്ലാ ഗസ്റ്റിനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പമുള്ള ആരാധന അവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം അവർക്കും, ആമേൻ, നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ കാലഘട്ടം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന ചെയ്യാൻ സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ, സ്വർഗ്ഗിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നോക്കാം. ഹല്ലേലൂയ. യഹോവയെ പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യമുണ്ടായിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യമുണ്ടായിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോരാത്മാവേ, അവിരതരം തരണേ. ആദിയിലെന്ന പോരാത്മാവേ, അവിരതരം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ,
അപ്പോസ്തലപ്രവൃത്തിയിലുടനീളം നാം കാണുന്ന ഒരു വാക്ക് പവർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മെ നടത്തുന്നത്. നാം ജീവിക്കുവാൻ, നാം പ്രവർത്തിക്കുവാൻ നമ്മെ പകരുന്ന ആ അഭിഷേകം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൃപയാൽ നാം നിറയപ്പെട്ടു ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി നടക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന രണ്ടുപേർക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Praise you, God. Glory to God. Hallelujah, hallelujah, hallelujah. മഹാപരിശുദ്ധനായ നമ്മുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, യേശുവിന്റെ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് വിശുദ്ധത്തിന്റെ രാവിലെ സമയം നോക്കിയാൽ നാഥാ, അപ്പച്ചാ പകൽക്കാലം ഇങ്ങനെ ആരോഗ്യത്തോടെ ആയുസ്സോടെ എഴുന്നേൽപ്പിച്ചല്ലോ കർത്താവേ. എന്നെ തീരാത്ത ദാനങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ തന്നല്ലോ അപ്പാ. ജീവനുള്ള ദേശത്ത് ജീവനോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയപ്പാ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞു ചേരുന്ന എന്നെ കരയിച്ച് എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ വായിലെ പുതിയ പാട്ട് തന്നു. അതെന്റെ ദൈവത്തിന് സ്തുതി. അതിന് മാത്രമാണ് അടികൾ കൂടി വന്നിരിക്കുന്നത്. അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാന് ഈ പകൽക്കാലം ദൈവകൃപ അടികളുടെ മേ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കുവാന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടികൾക്ക് കൃപയും ജ്ഞാനവും ബുദ്ധിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ ദിവസം ഓരോ നിമിഷം അടികൾക്ക് തരുമ്പോൾ അതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ അടികളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശമാനമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലടികളെ സഹായിക്കണമേ. ഏകാഗ്രതയോടെ ഇരിപ്പാൻ കൃപ തരണമേ. ഓരോ ശുശ്രൂഷയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പിതാവേ. ഓരോ ദൈവമക്കളെ, ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഉയരത്തിലെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പിതാവേ. ഇന്ന് പകൽക്കാലം അടികൊണ്ട് ആരാധിക്കുന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. കുടുംബമായി വ്യക്തികളായി ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടികൊണ്ടൊപ്പം ആരാധന അവർക്കും അനുഗ്രഹമായി തീരണമേ കർത്താവേ. അടികളുടെ ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നേ. ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നേ. ഇന്ന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്രയിലെല്ലാം ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ കൂടെ ഇരിക്കണമേ. പുതുവയസ്സിലേക്ക് പ്രാർത്ഥാവെ കടന്ന മക്കളെയൊക്കെ ഓർക്കുക. എല്ലാവരെയും അനുഗ്രഹിച്ചാണ് ഈ പകൽക്കാലത്തെ ആരാധന അടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു.
ഈ പ്രഭാതവും കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവം തന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുകയായി സ്തോത്രം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പ്രപഞ്ചത്തെ നിർമ്മിച്ച കർത്താവിനെ ഹല്ലേലൂയ ഞങ്ങൾക്ക് എത്രമാത്രം ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ ഭാഗ്യമാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ വേണ്ടി അനേകരെ കൂട്ടിവരുത്തുവാൻ ദൈവം ഞങ്ങളെയും ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. സമയം ഉച്ചമായി നിന്റെ കരങ്ങളിൽ തരുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ നീ അവിടുന്ന് മാനിക്കുമാറാകണമേ. ആമേൻ, ഹല്ലേലൂയ. എന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. ഏത് വിഷയത്തിൽ ഞങ്ങൾ ഭാരത്തോട് കടന്നു വന്നുവോ അതിന്മേൽ ഒരു വലിയ വിജയം പ്രാപിച്ച് കടന്നു പോകുവാൻ കർത്താവെ അടിയങ്ങൾക്ക് ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ള വചനം ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോടൊപ്പം ഇന്ന് ആരാധിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവം അതിന്മേൽ കർത്താവെ വലിയ വിടുതലും ആശ്വാസം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്രയാണ് നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കാര്യങ്ങൾ തരികയാണ്. യാത്രയിൽ അവര് കർത്താവെ യാതൊരു പ്രയാസവും കൂടാതെ അവിടെ എത്തിച്ചേരുവാനും ആ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട് പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. Praise God. Hallelujah. Let us all arise in the presence of God and read Psalm 146. 146-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള ആലോചനകൾ തന്ന്, നമുക്ക് ആവശ്യമുള്ള ആഹാരം തന്ന്, നമ്മെ ജീവനോടെ ദേശത്ത് ദൈവം നിലനിർത്തിയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We thank you, Father, for your grace and your mercy upon our life. We give you all glory and honor. In Jesus' name I pray. Amen. Please be seated in the presence of God. Today, God has given us another day to come into the house of God and to worship Him. ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഒരു അവസരം കൂടി നൽകി. ദൈവം ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ ജീവനോടെ നിർത്തി. That is the greatest work of God. That is His compassion. This morning I am very happy to introduce a few of our guests among us. And Pastor George John and his wife, Sister Mary George, they are actually our cousins, my wife's cousins. And Pastor George John is a minister in the Trivandrum area, and he had been in Gulf, right? He had been in Gulf, and he had been persecuted. He will tell some of that experiences, and he is serving the Lord for so many years, maybe 40 plus years. 51. Yeah, long time. And we are very delighted to have you here.
with us. And before I introduce his daughter, I'm going to introduce his son, Abraham George. And he is a student at the CFNI college and also working. And Sarah George is his daughter, and her son David George is also with us. So we are so happy. Let us welcome them to us. I didn't miss anybody. Okay. So thank you. And today, Pastor George John is going to be speaking from the Word of God to us later on. And this week we had 2 birthdays, and one is my birthday. And all of you send me little regards, and I appreciate all of those kind words. And then we have a birthday for our sister Shiva Silvo, and that is actually today. Today is her birthday. As a church, we're just going to wish her a very happy birthday, and we will pray for her later on. And since we need our time for the message, we're just going to get into the rest of the worship. Our English praise and worship team will come and lead us in worship. And at that time, we will also take our offering. Praise the Lord. Let's all stand in the presence of God. Hallelujah. During our week, we have things that we might like distracts us, we may tear us down, and honestly that's just kind of how our world has become. There's just things that, our world is so dark, and things that tear us down, and then even in our own lives, our walk with our Christian journey, there's mountains that come in our way to kind of tear us down and distract us. But in Romans 8 it says, verse 26, it says, "Likewise the Spirit helps us in our weakness, for we do not know what to pray for as we ought, but the Spirit himself intercedes for us with groanings too deep for words. And he who searches the heart knows what is the mind of the Spirit, because the Spirit intercedes for the saints according to the will of God. And we know that for those who love God, and all things work together for good, for those who are called according to his purpose." And a few verses down, verse 38, it says, "For I am sure neither death, nor life, nor angels, nor rulers, nor things present, nor things to come, nor powers, nor height, nor depth, nor anything else in all creation will be able to separate us from the love of God in Christ Jesus our Lord." So with this assurance that, Paul is saying to the church, we can take this confidence that God will be able to help us move our mountains and overcome into a glorious light. You're the mover of mountains, breaker of chains. Jesus has triumphed over the grave. Sing hallelujah, the battle is won. Nothing can stand against our God.
Walking around these walls, and I
I thought by now they'd fall, but you have never failed me yet. Waiting for change to come, knowing the battle's won. For you have never failed me yet. Your promise still stands, and great is your faithfulness, your faithfulness. I'm still in your hands, this is my confidence, you never failed me yet. And I know the night won't last, and your word will come to pass. And my heart will sing your praise again. Jesus, you're still enough. Keep me within your love, and my heart will sing your praise again. The promise still stands, great is your faithfulness, your faithfulness. I'm still in your hands, this is my confidence, you never fail me yet. Your promise still stands, great is your faithfulness, your faithfulness. I'm still in your hands, this is my confidence, you never fail me yet. I've seen you move the mountain, and I believe I'll see you do it again. You made a way where there was no way, and I believe I'll see you do it again. I see you move the mountains, and I believe I'll see
പ്രാർത്ഥിക്കാം. നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ ചില പ്രിയപ്പെട്ടവർ യാത്രയിലാണ്. സിസ്റ്റർ അനു ആൻഡ് സിസ്റ്റർ ഷാരോൺ, they are traveling. അതുപോലെ തന്നെ our brothers Saji and Bhavina Mall and Justin, they are traveling, and I know others are also traveling later on today. So let us remember them and the Lord to protect them in God's hand. Give them travel mercies and safety. അതുപോലെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സംസാരിക്കുവാൻ നമുക്ക് ദൈവദാസനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം എടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ വീണ്ടും കടന്നു വരുന്നു. കർത്താവ് ഞങ്ങളുടെ സംഗീതവും ബലവും ഞങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി തരികയും ചെയ്യുന്ന ദൈവം ആകുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഇല്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സിസ്റ്റർ അനുവിനെയും സിസ്റ്റർ ഷാരോനെയും കർത്താവ് അവരുടെ യാത്രയിൽ സഹായിക്കണമേ. കർത്താവ് അവരുടെ യാത്രയിൽ കൂടെ ഇരുന്ന് സൗഖ്യത്തോട് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവരെ സഹായിക്കണം. ഓക്ലഹോമയിലേക്ക് യാത്രയായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ യാത്രയിൽ ദൈവർക്ക് ആവശ്യമായ സുരക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. കർത്താവെ, ഇനിയും യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെയും ദൈവകൃപയിൽ നിറയ്ക്കണമേ. കർത്താവെ, ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി ഷീബയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ പ്രിയദാസിയോടുകൂടി പുതിയ വർഷത്തിൽ ഉണ്ടാകുമാറാകണം. ഓരോ ദിനവും കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കണം. ആവശ്യങ്ങളൊക്കെ കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കലവറകളെ തുറന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി മനസ്സോട് കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവെ, ഞങ്ങളോട് ദൈവവചനത്തെ കൂടി സംസാരിക്കുവാൻ അങ്ങയുടെ പ്രത്യേക അവിടുത്തെ കരങ്ങൾ എടുക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിയോഗത്താൽ ദൈവവചനത്തെ കൂടി സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനെ കർത്താവ് അധികാരപ്പെടുത്തുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കുമാറാകണമേ. ആമേൻ. Now Pastor John will come and speak to us. Praise the Lord. Hallelujah. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ അധികം പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ നെൽസൺ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി അന്നമ്മ, ശേഷം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം, എൻ്റെ നമസ്കാരം. അല്പസമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യമാണ് ഞാനിന്ന് വായിക്കുന്നത്. ഞാൻ തന്നെ വായിക്കാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, തിരുവചനത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാണ്.
അത് ഞങ്ങളെ ജീവിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതായ ദൂത് സ്വർഗത്തിൽ നിന്ന് നൽകണമേ. ദൈവം സ്വർഗത്തിൽ നിന്ന് അഭിഷേകം ചെയ്ത ദൂത് ഞങ്ങൾ പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, ഞങ്ങൾക്ക് ബലമുണ്ടാകും. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. വചനം ശ്രവിക്കുന്നവരും വചനം ശുശ്രൂഷിക്കുന്ന എളിയവരെയും കരങ്ങളിൽ തരുന്നു. തിരുനാമം മാത്രം മഹിമപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ പരിചയപ്പെടുത്തുവാൻ ആവശ്യമില്ല, കാരണം കൂടുതൽ സമയം പരിചയപ്പെടുത്തലിന് എടുക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ പേര് പാസ്റ്റർ ജോർജ് ജോൺ. എൻ്റെ വൈഫ് മേരി ജോർജ് കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൾ സാറ ജോർജ്, എൻ്റെ ഇളയ മകൻ എബ്രഹാം ജോർജ്, എൻ്റെ മൂത്ത മകളുടെ മകൻ ഡേവിഡ് ജോർജ്. ഇത്രയും പേരാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സഭയിൽ പങ്കെടുക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്ന് ആരാധിക്കുവാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അതിനൊന്നും സമയം വാസ്തവമായിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരുപാട് വെളിപ്പാടുകൾ എനിക്ക് വചനത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. ആ വചനത്തിലെ വെളിപ്പാടുകളെല്ലാം ഇന്ന് പറയാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു ബൈബിൾ ക്ലാസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ദിവസം മുഴുവനും അങ്ങ് വചനം സംസാരിക്കാമായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആത്മനിർഭരനാക്കുന്നത് വചന ശുശ്രൂഷയിലാണ്. വചനമാണ് എല്ലാത്തിനും ഉതകുന്നതായ കാര്യം. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഈ അന്ത്യകാലത്ത് ഞാൻ പറയുകയാണ്. നമ്മളെല്ലാം സാമുദായിക സഭക്കാരെ പോലെ ആയിക്കഴിയും. ഞങ്ങളുടെയൊക്കെ കാലത്ത് സമുദായങ്ങൾ വിട്ട്, ക്രൈസ്തവ സമൂഹങ്ങളെ വിട്ട് ആത്മാഭിഷേകം പ്രാപിച്ച ദൈവജനത്തോടും കൂടി ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞത്, നാട്ടുകാർ പറയുന്നത് വേർപെട്ടവർ എന്നാണ്. അങ്ങനെയൊക്കെയുള്ള വേർപാടും അതിരുകളും ഒക്കെ മാറിപ്പോയി. ഇന്ന് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും തലൈവ എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതായ നിലയിലാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറക്കാർക്ക് അല്പ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും എല്ലാം ഒരു തരം മിക്സ്ഡ് ആയിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിലൊക്കെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ വചനത്തിൽ കൂടെ ഈ തലമുറയിലുള്ള ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് പ്രയോറിറ്റി കൊടുക്കണം. വചനത്തിനകത്ത് വെളിപ്പാടാണ്. 3 പ്രാവശ്യം മത്തായി സുവിശേഷം വായിച്ചാൽ 4-ാം പ്രാവശ്യം വായിക്കുമ്പോൾ അത് വചനമല്ല, കഥയല്ല, സ്റ്റോറിയല്ല, അത് ദൈവത്തിന്റെ വെളിപ്പാടായിട്ട് വെളിപ്പെടുവാനുണ്ട്. ഈ ദൈവത്തിന്റെ വചനത്തിലെ 66 പുസ്തകങ്ങളിലുള്ള ഓരോ വചനങ്ങളും, ഓരോ വാക്കുകളും, ഓരോ വള്ളിയും പുള്ളിയും എല്ലാം വെളിപ്പാടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ഇതിനകത്ത് വെളിപ്പാടുണ്ട്. അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ സത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ചേർത്ത് പറയാറുണ്ട്. അതൊന്നും പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും എന്നെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ. പ്രിയമുള്ളവരെ, അത് ഞാനത് എൻ്റെതായ രീതിയിൽ വചനം കൂട്ടുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറയുകയാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു, യേശു ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറയാൻ കാര്യം തെറ്റൊന്നുമല്ല. യേശുവിൻ്റെ ഒരു പേരാണ് വചനം. വചനം എന്ന് വെച്ചാൽ ലോഗോസ്. യേശു ലോഗോസ് ആയിരുന്നു. അവർ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയാൻ കാര്യം, കർത്താവിന്റെ വചനത്തിലെ ഒരു വെളിപ്പാടാണ് ഞാനീ പറഞ്ഞത്. യേശു തന്നെയാണ് ആ വചനം. അത് ഞാൻ ആ വാക്യം മാറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണം. അതുപോലെ തന്നെ വേറൊരു വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് പറയാം. ആമേൻ ആമേൻ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല.
കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം ലോകത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സുവിശേഷ സത്യമാണ് പറഞ്ഞത്. ആമേൻ ആമേൻ. നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല. അതൊക്കെ നമ്മളങ്ങ് മറന്നുപോയി. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് എത്ര തിയോളജി പഠിച്ചു അപ്പോളജിസ്റ്റ് ആയാൽ പോലും ഈ വചനം മറക്കരുത്. പുതുതായി ജനിച്ചതല്ലെങ്കിൽ നിന്റെ അപ്പോളജിസ്റ്റായിട്ട് നിന്റെ ഡോക്ടറേറ്റിന് എന്ത് വരാം, പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. അവിടെ ഞാൻ ദൈവത്തിൻ്റെ വചനം ആഴമായി ധ്യാനിക്കുന്ന ആളാണ്, പഠിക്കുന്ന ആളല്ല, ധ്യാനിക്കുന്ന ആളാണ്. വചനം വാസ്തവമായിട്ട് വായിക്കുകയല്ല വേണ്ടത്, വചനം ഭക്ഷിക്കുകയാണ് വേണ്ടത്. വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അത് ഭക്ഷിക്കുമ്പോൾ ഒരുപാട് മർമ്മങ്ങൾ കാലാകാലങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതിലൊരു കാര്യമാണ് ഈ ആമേൻ ആമേൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്നുള്ളത്. അപ്പോൾ എത്ര പ്രാവശ്യമാണ് കർത്താവ് പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞത്? വചനം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ആ വ്യാഖ്യാനിക്കുന്നവരായി ഞങ്ങൾ പറയുന്ന ചില അടിസ്ഥാന വചന വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന് 3 പ്രാവശ്യം ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണെന്ന്, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അന്തർലീനമായ വെളിപ്പാടുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ശൈലിയുണ്ട്. ഇരുക്കാലം, അരക്കാലം, ഒരു കാലം. ഒരു കാലം, ഇരുക്കാലം, അരക്കാലം എന്ന് പറയും. എന്ത് മനസ്സിലാകാനാ? വചനത്തിന് വെളിപ്പാടറിയാൻ പാടില്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. അത് 3.5 വർഷമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, ഇരുകാലം എന്ന് പറഞ്ഞാൽ 2 വർഷം, അരക്കാലം എന്ന് പറഞ്ഞാൽ 1/2 വർഷം അല്ലെങ്കിൽ 6 മാസം. അങ്ങനെയാണെങ്കിൽ 3.5 വർഷത്തിനാണ് ഈ അരക്കാലം, ഈ 3.5 വർഷത്തിനാണ് ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയുന്നത്. അത് ഇതുപോലുള്ളതായ ഈ പ്രവചനങ്ങൾ, വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുവാൻ അടിസ്ഥാനപരമായ ചില കീ വേർഡുകൾ നമ്മുടെ വചനത്തിലുണ്ട്. അതെല്ലാം ഒന്ന് മനസ്സിലാക്കാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്വയമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പറയുന്നു. അതായത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. യെശയ്യാവ് കാണുകയാണ്. അത് പെട്ടെന്ന് ആലയത്തിലേക്ക് വന്നപ്പോൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിലായിപ്പോയല്ലോ, എൻ്റെ അശുദ്ധി എനിക്ക് വെളിപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞ് താൻ കരയുകയും അയ്യോ വിളിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈ പ്രവാചകൻ കണ്ടതായ ദർശനം എന്താണെന്നറിയാമോ? അദ്ദേഹം കണ്ടത് അത്യുന്നതനായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതും സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഭൂമിയിലുള്ളതായ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നതുമായ തേജസ്സാണ്. ആ തേജസ്സിലേക്കാണ് യെശയ്യാവ് ചെന്നുപെട്ടത്. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, ഞാൻ ദൈവ തേജസ്സിൽ അകപ്പെട്ടു പോയത്. താൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. സറാഫികൾ അത്യുച്ചത്തിൽ ആർത്ത് ആരാധിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പിന്നെയും പറയുകയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യമേ പറയത്തുള്ളൂ. 2 പ്രാവശ്യം പറഞ്ഞില്ല, 4 പ്രാവശ്യം പറഞ്ഞില്ല. പരിശുദ്ധൻ 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 എന്ന് പറയുന്നതിനകത്ത് തിയോളജിക്കലായിട്ടൊരു മർമ്മമുണ്ട്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് 3 വട്ടം പരിശുദ്ധൻ 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 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആമേൻ ആമേൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല എന്ന് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും പറയുന്നതാണ്, കർത്താവ് പറഞ്ഞാണ്, നമ്മൾ വായിക്കുന്നതാണ്. അതെന്താ ഈ 3 പ്രാവശ്യം കർത്താവ് പറയാൻ കാര്യം? ആമേൻ ആമേൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ. എന്നാൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്ന് 3 പ്രാവശ്യം പറയുകയാണ്. ആമേൻ ആമേൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പുതുതായി ജനിച്ചില്ലെങ്കിൽ എന്ന് പറയാം. കാരണം എന്താണെന്നറിയാമോ? തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന് 23 വായിക്കണ്ട, അത് ഒന്ന് വായിക്കാൻ സമയമില്ല. വെളിപ്പാട് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും, നിങ്ങൾ ഗ്രാസ്പ് ചെയ്തോണം, അത്രേ എനിക്ക് പറ്റത്തുള്ളൂ.
അത് സമയം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വിഷയം തീർക്കുകയും വേണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ പ്രത്യക്ഷതയിൽ സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ മുഴുവനും കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരേ സമയം അനന്യമായി വെളിപ്പെടട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചത് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 3 ഘടകങ്ങൾ നമുക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ്, പ്രാണൻ, ദേഹം. അത് പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ 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 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുതുതായി ജനിക്കണം, പുതുതായി ജനിക്കണം, പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ അനന്യമായി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ റിജക്റ്റഡായി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും ആത്മാവും പ്രാണനും അശേഷം രക്ഷിക്കപ്പെട്ടിരിക്കണം, തേജസ് പ്രാപിച്ചിരിക്കണം, വിശുദ്ധി പ്രാപിച്ചിരിക്കണം. അതാണ് നമ്മൾ ഈ നാടുകളിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതായ ആ ഉത്തരം നമുക്ക് ലഭിക്കാതെ പോകും. പരീക്ഷ എഴുതി എല്ലാവരും ജയിക്കാറില്ല. തെറ്റിദ്ധാരണയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന ആൻസറുകൾ എഴുതിക്കൊണ്ട് മുന്നോട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടത്തില്ല, വിജയിക്കത്തില്ല. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ഞാനൊരു വെളിപ്പാട്, അത് നമ്മൾ വായിക്കുന്ന വചനത്തിലെ ചെറിയ ചെറിയ വെളിപ്പാടുകൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഒന്നുകൂടെ 7:35 വായിക്കാം, 37 വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു അനുഭവമാണ്. ഇത് നമ്മളെല്ലാം അനുഭവിക്കേണ്ട അനുഭവങ്ങളാണ്. ഇത് മുൻ പിതാക്കന്മാർ, നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്നതായ ഭക്തന്മാർ ഇത് അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് സുവിശേഷം കേൾക്കുകയില്ലായിരുന്നു. ഈ തലമുറ വരെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എത്തുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവരിത് കുടിച്ചു. എന്താണ് കുടിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാം പെന്തക്കോസ്തുകാരാണ്. അപ്പം ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത്, ഏതാണ്ട് ശുശ്രൂഷ അവസാനിക്കുന്നതായ കാലയളവില് യേശു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മാറി ഒരു വെളിപ്പാട് അകലം മാറി നിന്നുകൊണ്ട് ഒരു വീക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഉത്സവം ആചരിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോവുകയാണ്, ആരാധനയ്ക്കായിട്ട് പോവുകയാണ്. പക്ഷേ യേശു മാറി നിന്നുകൊണ്ട് ആലയത്തിലല്ല, ആലയത്തിന് പുറത്ത് വെളിയിൽ ഇച്ചിരി മാറി നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ആരാധനയ്ക്ക് പോകുന്നവരെ, നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ ഇങ്ങോട്ട് വാ. അവർ ദാഹം തീർക്കാനായി യാഗം കഴിക്കാൻ പോകുന്നത്, ദേവാലയത്തിൽ പോകുന്നത്. യേശുവിൻ്റെ കാലത്തെ യെരുശലേം ദേവാലയത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം. ഒരിക്കൽ കർത്താവ് ചെന്ന് അതെല്ലാം ചാട്ടവാറൊക്കെ ഉണ്ടാക്കി അടിച്ച് വെളിയിലാക്കിയതാണ്, അശുദ്ധികളെ എല്ലാം. അത് അവിടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ആലയത്തിലേക്ക് പിന്നെയും ആളുകൾ ഇങ്ങനെ പോകും. ആളുകൾക്ക് ദാഹമുണ്ട്. ആ ദാഹം തീർക്കാൻ അവർക്ക് ദൈവത്തെ വേണം, അവർക്ക് ദൈവത്തെ പാനം ചെയ്യണം, ദൈവശക്തി വേണം, ദൈവകൃപ വേണം, ആ ദൈവിക ശക്തി വേണം, ദൈവത്തിൻ്റെ സാമീപ്യം വേണം, ദൈവവുമായിട്ടുള്ള സമ്പർക്കം വേണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വേണം, ദൈവമായിട്ടൊരു സ്പർശനമുള്ള ജീവിതമായിരിക്കണം. അതിനുവേണ്ടി ജനത്തിനൊരു ദാഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കോപ്രായം ഉണ്ടാക്കി വെച്ചാലും ജനങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം അതിക്രമമാണെന്ന് വിചാരിക്കരുത്. അത് ഇന്ന് കാണുന്ന പലതും കോപ്രായങ്ങളാണ്.
സത്യമായിട്ടും പറയുകയാണ്. ഞാൻ പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്ത് അനേക സഭകൾ സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ സഭകളൊക്കെ നിലനിർത്തി അവിടെയൊക്കെ ദൈവദാസന്മാരെ ആക്കി വെച്ച് പോകുന്ന ഒരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കടന്നുപോയി വചനം സംസാരിക്കുന്നയാളാണ്. അതുപോലെ ഈ അമേരിക്കയിൽ തന്നെ 1987 മുതൽ ഞാൻ ഈ അമേരിക്കൻ സ്റ്റേറ്റുകളിൽ മിക്കവാറും 50 സ്റ്റേറ്റുകളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അനേക വെള്ളക്കാരുടെ സഭകളിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ആണ് എൻ്റെ അനുഭവം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, പലതും കണ്ട് പഴയ തലമുറക്കാർ ഹൃദയത്തിൽ വേദനപ്പെട്ടു മനസാക്ഷി നൊന്തുമിരിക്കുകയാണ്. കാരണം ഇത് ആൾക്കാരുടെ ഞാനൊക്കെ ഈ സെക്യുലർ വേൾഡിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. വലിയ ഈ മൾട്ടി നാഷണൽ കമ്പനിയിൽ, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ ബിസിനസ് ടാക്ടിക്സ് എല്ലാം എനിക്കറിയാം. ഈ ബിസിനസ്സുകളിലെല്ലാം ഏറ്റവും കൂടുതൽ അവർ ചിലവാക്കുന്നത് അഡ്വർടൈസ്മെൻറ്റിലാണ്. ഈ അഡ്വർടൈസ്മെൻറ്റിൽ ചിലവാക്കുന്നത് വൻ തുകയാണ്. ഞാൻ അക്കൗണ്ട്സിലായിരുന്നത് കൊണ്ട് എനിക്കറിയാം, വൻ തുകകളാണ് ചിലവാക്കുന്നത്. എന്നാൽ പോലും അവരെല്ലാം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് 10 ഇരട്ടി ലാഭം കൊയ്യുവാനാണ്. അതേപോലെ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ട്രേഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിസ്റ്റമായി ദൈവസഭയെയും ദൈവവേലയെയും ദൈവിക ശുശ്രൂഷയെയും സുവിശേഷത്തെയും ആക്കി തീർത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറി നിന്നത് മനസ്സിലാക്കിയിട്ടുള്ളവർ മാറി നിന്ന് വിഷമിക്കാനേ പറ്റൂ. സമയം കടന്നു പോകുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പോകുന്നവർക്ക് പോകാം, എനിക്ക് തടസ്സമൊന്നുമില്ല. ഞാൻ കറക്റ്റ് സമയത്ത് നിർത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് ഇപ്പോൾ തന്നെ 11:35. കർത്താവ് പറഞ്ഞ ആ വചനത്തിലെ ഒരു കാര്യമാണ് എനിക്ക് ഒത്തിരി സമയം വേണ്ടി ഒരു പ്രസംഗമാണ്. ആ വിഷയം എടുക്കണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് തിരുവെഴുത്ത് പറയുന്നത് പോലെ, എല്ലാ പാസ്റ്റർമാരും പറയും തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു വാക്യമുണ്ടല്ലോ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത്. കർത്താവ് തിരുവെഴുത്ത് എവിടെയാണ് കർത്താവ് പറഞ്ഞ തിരുവെഴുത്തുള്ളത്? കർത്താവ് പറഞ്ഞ തിരുവെഴുത്ത് എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് കർത്താവ് ചുമ്മാ പറഞ്ഞാണ്, ഗൂഗിളിൽ പറയുകയാണ്. അങ്ങനെ ആരും പ്രത്യേകമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കൃത്യമായിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം നോക്കിക്കോ, യെശയ്യാവിൻ്റെ പുസ്തകം 44:3 ഒന്ന് വായിച്ചേ. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അത് മതി. 55:1 വായിച്ചേ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. വെള്ളം വന്ന് വാങ്ങി കുടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, വെള്ളം വാങ്ങി തിന്നുവീൻ. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ വലിയ മർമ്മങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ കർത്താവ് വേറെ മാറ്റി പറഞ്ഞതൊന്നും അല്ലല്ലോ, തെറ്റുപറ്റിയതും അല്ലല്ലോ. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. അത് നമ്മൾ ജീവജലം കർത്താവിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കണം. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ആ വരുന്നത് ഒരു തടാകമായി മാറുന്നു. അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനേകർക്ക് ഈ ജീവജല നദി കുടിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ഈ ജീവജല നദിയുടെ ഉറവുകളാകണം. നമ്മൾ അതിൻ്റെ ഒരു സ്ട്രീമായി തീരണം എന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആകാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി പാടാണെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും. നിരന്തരമായി ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ്. 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിലെത്തുന്നത്. അതിനിടയിൽ കർത്താവിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി. പല നല്ല ഭൗതിക ഉയരങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. എന്നാൽ
നല്ല ദേശത്ത് UAE എന്ന രാജ്യത്ത് നല്ല ജോലിയോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ കർത്താവിന് വേല ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ കർത്താവിനോട് ഒരു പ്രോമിസ് ചെയ്തിരുന്നത്, ഞാനൊരു ഫുൾ ടൈം ഭാഷയേക്കാൾ കൂടുതൽ കർത്താവിന് സാക്ഷ്യം വഹിക്കും കർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ അറബികളോട് സുവിശേഷം പറയാനൊക്കത്തില്ല. സുവിശേഷം അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, പിന്നെ സാമുദായികമായ ആളുകളുണ്ട്, പല ആളുകളുണ്ട്. ഇന്ത്യക്കാരോടും വിദേശികളോടും ഒക്കെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അറബികളോട് സുവിശേഷം പറയാൻ സാധിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ അവിടുന്ന് പുറപ്പെടേണ്ടി വരും, തിരിച്ച് വിടുക, അല്ലെങ്കിൽ തലപോയി. ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് പെട്ടെന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ആലോചന തന്നതനുസരിച്ച് ഞങ്ങൾ 2-3 സഹോദരന്മാർ രഹസ്യമായി അറബി ഭാഷയിലുള്ള ബൈബിൾ ആ UAE എന്ന 7 സ്റ്റേറ്റിലുള്ള എല്ലാ അറബികളുടെയും വീടുകളിൽ അറബി ഭാഷയിലുള്ള ബൈബിൾ എത്തിച്ചു. അത് വളരെ സീക്രട്ടായിരുന്നു, വിശദീകരിക്കാൻ സമയമില്ല. ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, അറബി നാട്ടിലുള്ള അടികൾക്കുള്ളിൽ. അത് മലയാളമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഇവിടെ അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ക്രസന്റ് മൂൺ, ഓതർ ജോർജ് ജോൺ അടിച്ചാൽ മതി, ആ ബുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് വാങ്ങാൻ ഒരു വർഷമൊക്കെ കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനിപ്പോൾ ഇച്ചിരി വില കൂടുതലാണ്. അതിൻ്റെ വില എനിക്ക് കിട്ടുന്നൊന്നുമില്ല. അവരത് കൊണ്ടുപോയി റോയൽറ്റി തരാമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അതിനു വേണ്ടി ഒരു യാത്രയൊക്കെ ചെയ്തു. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും എനിക്ക് റോയൽറ്റി സ്വർഗത്തിൽ കിട്ടും. ആ പുസ്തകം വായിച്ച് അനേകം യേശുവിനെ സ്നേഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വേഗം നിർത്തുക, കാരണം സമയമില്ല. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്താം. അതായത്, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം. ഒരു റിലീജിയസ് വേയിലല്ല, ഡിനോമിനേഷൻ രീതിയിലല്ല, വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ അവൻ തിരിച്ച് വരുമല്ലോ. വരുന്നവനെ നിങ്ങളെ കണ്ട് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ നെൽസൺ പാസ്റ്റർ എന്നെ കണ്ട് ചിരിച്ചു, കൈ തന്നു, അല്ലെങ്കിൽ കൈ നോക്കി കാണിച്ചു. കാരണം എന്നെ അറിയാം, നേരത്തെ അറിയാം, അതുകൊണ്ടാണ് അല്ലേ. അതുപോലെ യേശുക്രിസ്തുവായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലെങ്കിൽ ജോണോ ജോർജോ ചാക്കോയോ ഡാനിയലോ ആണെങ്കിൽ, അതെ, കർത്താവ് നമ്മളെ കാണുമ്പോൾ ഹലോ ജോർജ്, ഹലോ ജോൺ എന്ന് നമ്മളെ വിളിച്ചിരിക്കും. നമ്മളെ അറിയാം, അവൻ കൈ നീട്ടും, നമ്മളങ്ങ് ചെല്ലുകയും ചെയ്യും, നമ്മളെ അറിയാം. പക്ഷെ നമുക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായി പേഴ്സണലായിട്ടൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ ചെന്ന് പറയും, എന്നെ അറിയത്തില്ലേ, ഐ നോ യു നോട്ട്, ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് നിന്നെ പരിചയമില്ല എന്ന് കേൾക്കും. അതുകൊണ്ട് അങ്ങനെ കേൾക്കാതിരിക്കുവാൻ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ന് മുതൽ പരിശ്രമിക്കണം. അതിന് വേറൊന്നുമല്ല വേണ്ടത്, ഉപവാസവും പ്രാർത്ഥനയും. വചനം വായിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്തവന് യേശു ക്രിസ്തുവായിട്ട് എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? യേശു തന്നെ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ കർത്താവ് വേറൊരിടത്ത് പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കർത്താവ് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെല്ലാവരും കർത്താവുമായിട്ടുള്ള പേഴ്സണലായിട്ട്, ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്കങ്ങനെ അത് സാധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ എനിക്കൊരു മറുപടി ദൈവം തന്നു. ഞാനൊരു പ്രാർത്ഥനാ പാ വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബൈബിൾ ഉള്ളതുപോലെ ഒരു പ്രാർത്ഥനയുടെ പായ ഉണ്ടെങ്കിൽ പായ തറയിലിരിക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും, ഒരു പ്രയാസമില്ല. പെട്ടെന്ന് ഇരിക്കാനും പെട്ടെന്ന് എഴുന്നേക്കാനും ഒക്കെ കഴിയും. ചിലർക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പ്രാർത്ഥന കസേരയായാലും മതി. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെല്ലുന്നിടത്തല്ല, ഈവൻ വെള്ളക്കാരുടെ സഭയിൽ ഞാൻ പറയും, നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ മാറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ ചെയർ വേണം, അതിലിരുന്ന് പ്രാർത്ഥിച്ചോടെ. യു കോൺസിക്രേറ്റ് ദാറ്റ് ചെയർ for your prayer, personal prayer. Consecrate a prayer mat for your prayer. അത് അച്ചട്ടായിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ഒരു പായ കുറെ കാലങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത്, അത് അതിലിരുന്ന് പ്രാർത്ഥിച്ച് എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചെന്നുള്ളത് അറിയാമോ? ഭൗതികമായ നേട്ടങ്ങളെ, അനുഗ്രഹങ്ങളെ, നന്മകൾ. അത് മാത്രമല്ല, I have been a closer person to the Lord Jesus. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നൊരു വചനമുണ്ടല്ലോ. അപ്രകാരം നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ
പേഴ്സണലായിട്ട് അറിയുവാൻ, യേശുവിൻ്റെ ഹൃദയസ്പന്ദനം വരെ അറിയുവാൻ, അതെ നമ്മളോട് യേശു സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, അത് അസാധ്യമായ കാര്യമല്ല. ഇതൊന്നും പരിചയമില്ലാത്തവരായിരിക്കും ഇതെന്തൊക്കെയോ പറയുന്നത് വിദ്യയാണ്. അല്ലല്ല, അവൻ ഓഡിബിൾ വോയിസിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ പലപ്പോഴും എന്നോട് സംസാരിക്കുന്നത്, നിരന്തരം സംസാരിക്കുന്നത് എൻ്റെ ഹൃത്തടത്തിലാണ്. ഇവിടെയാണ് അവൻ ആലോചന പറയുന്നത്. വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ടും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന് മൗനമായിട്ടിരുന്നാൽ ഇങ്ങോട്ട് മറുപടി ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണ്, ഒരു പേഴ്സണൽ ബന്ധം നിങ്ങൾ യേശുവുമായിട്ട് സ്ഥാപിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡിനോമിനേഷനോ നിങ്ങളുടെ പാസ്റ്ററോ നിങ്ങളുടെ രാജ്യമോ ട്രംപ് തന്നെ മാഗാ കൊണ്ടുവന്നാലും അമേരിക്കക്ക് മേക്ക് അഗെയിൻ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ലോർഡ് ജീസസ്, യു ആർ ഗോയിങ് ടു ബി ലെഫ്റ്റ്. അതുകൊണ്ട് എന്തെങ്കിലും ആത്മാവിൽ സാധിക്കണമെങ്കിൽ, ഭൗതികമായി സാധിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ, അനന്യമായി അവൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടണമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഞാൻ ഈ വാക്യം വായിച്ചതിന് ഒരു കാര്യമുണ്ട്. ഇന്നൊരു പെന്തക്കോസ്ത് ദിവസമാണ് അല്ലേ? ആ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെ ഇരുന്നിടത്ത് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി, പിളർന്ന അഗ്നിനാവുകളായി അവരുടെ മേൽ വന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പത്രോസ് ശേഷം ശിഷ്യന്മാരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യോവേൽ പ്രവചനത്തിൽ എഴുതിയതാണ് ഇത് നിവർത്തിയായത്. That was the day the Christian church has inaugurated by the Holy Spirit. അതെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ലെന്ന് പറഞ്ഞ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അത് യേശുക്രിസ്തുവിനോടുകൂടെ നമുക്ക് വ്യക്തിപരമായി ഇടപെടാൻ ഒത്തിരി വർഷങ്ങൾ വേണ്ടി വരും, മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണ്ടി വരും. ഭൂമിയിൽ എല്ലാവരും ഒന്ന് കാണണമെന്നാണെങ്കിൽ. എന്നാൽ യേശുക്രിസ്തു പോയിട്ട് കാര്യസ്ഥനെ അയച്ചു. ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ഹോളി സ്പിരിറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അൺലിമിറ്റഡ്. എല്ലാവരിലും ഒരേ സമയം വ്യാപരിക്കുവാൻ കർത്താവ് പോയിട്ട് പരിശുദ്ധാത്മാവായി വന്ന് നമ്മളിൽ എല്ലാവരും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അൺലിമിറ്റഡ്. ഹി സ്പീക്ക് ടു അസ്, ഹി ഗൈഡ് അസ്. അത് ഇനി ഒരുപാട് മർമ്മങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞു, ഒരു മിനിറ്റ് കൂടെ ആകുമായിരിക്കും അല്ലേ? ഒരു മിനിറ്റ് കൂടെ ആകുമായിരിക്കും. എൻ്റെ വാക്ക് ശരിയാണെന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ് കൂടെ. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 9-ഉം 10-ഉം ഒക്കെ വായിക്കുമ്പോൾ, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, അന്ത്യകാലത്തേക്കുള്ളതായി ഇതെന്ന് പറഞ്ഞിട്ട് മുദ്രയിടാൻ പറഞ്ഞിട്ട് ശേഷം താഴോട്ട് പറയുമ്പോൾ, അന്ത്യകാലത്ത് ബുദ്ധിയുള്ളവർ, അത് പ്രത്യേകം ഞാൻ എടുത്തു പറയാം, ബുദ്ധിയുള്ളവർ തങ്ങളെ തന്നെ ശോധന ചെയ്യുകയും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവരല്ല. രക്ഷപ്പെടാൻ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ നീന്തി രക്ഷപ്പെട്ടു. ബുദ്ധിയുള്ളവൻ തങ്ങളെ തന്നെ ശോധന ചെയ്യും, മറ്റുള്ളവരെ ശോധന ചെയ്യേണ്ട. ഇനി അതിനുള്ള സമയമില്ല. മറ്റേക്ക് നന്നാക്കാമായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് അഴുക്കുള്ളവരിനെ അഴുക്കാണില്ല. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ, മുദ്രയിട്ട പുസ്തകത്തിൽ നിന്ന് ഒളിഞ്ഞു നോക്കി ദാനിയേൽ കണ്ടുപിടിച്ചതായത്. അത് പിന്നീട് വെളിപ്പാടായിട്ട് ഒളിച്ചെഴുതിയപ്പോൾ വെളിപ്പാട് 22-ന്റെ 10 മുതൽ 11 താഴോട്ട് വായിക്കുമ്പോൾ ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അന്ത്യകാലത്ത് എത്തിയിരിക്കുന്നത് നമ്മൾ ഒരു മെസ്സേജ്, അത് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ബുദ്ധിയുള്ളവർ തങ്ങളെ തന്നെ ശോധന ചെയ്യും, അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. എന്നാൽ ബുദ്ധിമാന്മാരല്ലാത്തവരോ, അവരെ പറഞ്ഞ ദുഷ്ടന്മാരോ അത് ഗ്രഹിക്കുന്നില്ല. അപ്പം ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ ബുദ്ധിയുള്ളവരായി നമുക്ക് നമ്മളെ തന്നെ നിർമ്മലീകരിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം തന്ന പ്രധാനദാസനും സഭയ്ക്കും നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവ അവസരം തന്നാൽ നമുക്ക് വീണ്ടും കാണുകയും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
അതിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാനിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാനിൻ ജനങ്ങൾ കേൾക്കണേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിന്റെ ദാസൻ വളരെ വിലയേറിയ ആലോചനകൾ ദൈവവചനത്തിലെ മർമ്മങ്ങൾ നമ്മോട് അറിയിച്ചു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവവചന പ്രകാരം ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുവാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിച്ചിരിക്കുന്നത്. കാലങ്ങളെല്ലാം തീരാറായി, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെട്ട് ആത്മാവിന്റെ കൃപയിൽ നാം ആശ്രയിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ നമ്മെ നടത്തുവാൻ നമുക്ക് കേട്ട വചനത്തിന്റെ മുഖത്ത് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം. ഈ സമയത്ത് പ്രിയാച്ചായി പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം ഇവിടെ അവസാനിപ്പിക്കും. ഇന്നത്തെ സമയത്തിനായി നന്ദിയോടെ സാന്നിധ്യം പാടുവാനെ പ്രാർത്ഥിക്കാനെ സ്കൂള് കർത്താവെല്ലാം തന്നായി ശ്രദ്ധിക്കുന്നു. എന്റെ സങ്കീർത്തനയും നന്നായി ശ്രദ്ധിക്കുന്നു. കർത്താവിലൂടെ ദാസനെ പൂർവാധികം അനുഗ്രഹിക്കണേ എന്ന് പ്രായത്തും ഐശ്വര്യവും കുടുംബത്തിനായി എല്ലാവരും കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്രയായിരിക്കുന്ന കർത്താവ് മക്കൾക്ക് അവരും കർത്താവെ യാത്രയെക്കുറിച്ച് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കർത്താവെ ഒരു പുതിയ വർഷം കൂടെ കൊടുത്ത നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധരിപ്പിച്ചു കൊടുത്തതിനായി ആരോഗ്യത്തെ സൂക്ഷിച്ച് കുടുംബത്തിന് ഈ സഭയെ സഭയിലുള്ള വിശ്വാസികളുള്ള ഓരോരുത്തരും ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭ ആത്മകളെ തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രദേശത്തും അമേരിക്കയിലെ സഭ പല ഭാഗങ്ങളിൽ നിന്നും സഭയാത്മാക്കളെ സഭയെ കൂട്ടുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ലോകത്തിലെ പ്രയാസത്തിലെ എല്ലാവർക്കും ആശയങ്ങളും സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ സ്തോത്രം.
പ്രാർത്ഥന യാചനയും കേട്ടു സ്വോത്രം അടുത്താഴ്ച വരുവാൻ അടുത്താഴ്ച ഞങ്ങൾ വരുവാൻ കർത്താവിന്റെ സൂക്ഷിച്ചുള്ളതിന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയും കർത്താവ് ജോലിയിലായിരിക്കുന്ന കർത്താവ് സൂക്ഷിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടു സ്വോത്രം സർവേശ്വർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. I stopped the service little bit early.